പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിൽ നടക്കുന്ന ബന്ദി കൃഷി, ഓറഞ്ചും മഞ്ഞയും കലർന്ന ഈ പൂത്തോട്ടം പഴയ പഞ്ചായത്ത് മെമ്പർ കൂടായ സുനിൽ അബ്രഹാമിൻ്റെ വൈഫിൻ്റെയും മേൽനോട്ടത്തിലാണ് ഇത് നടത്തിയത്. 200 മൂടുകളാണ് ഇന്ന് വിളവെടുപ്പിന് റെഡിയായി നിൽക്കുന്നത്. അടിവളമായിട്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറ് മാത്രമായിട്ടത്. അതിനുശേഷം പിന്നെ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ പൊട്ടാഷും യൂറിയയും അത് 2 പ്രാവശ്യം കൊടുക്കും. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്കിക്കേ എന്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ പൂത്തോട്ടത്തിൻ്റെ ഉദ്ഘാടനമാണിത്. ഇത് ഒരാൾക്ക് കൊടുത്തത് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബ്ലോക്ക് മെമ്പർ വന്നിട്ടുണ്ട്, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിപ്പോൾ ആദ്യത്തെ വിൽപ്പനയാണ്. വാർഡ് മെമ്പർ എൻ്റെ ചേട്ടൻ്റെ മോനായ സുനിൽ അബ്രഹാം, വൈഫ് മറ്റേ രാജി, മറ്റേ കുഞ്ഞുമോൻ, എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ ഒരു സ്വാഗതം പറയുന്നു. ഇങ്ങനെ ഒരു പൂക്കൃഷി നമ്മുടെ നാട്ടിൽ വന്നാൽ സാധാരണ ജനങ്ങൾക്കൊരു നിത്യവൃത്തിക്കുള്ള കാര്യത്തിന് സഹായമാകും. അതുകൊണ്ട് ഞാൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ എല്ലാ ജനങ്ങളും ഇത് ആവർത്തിച്ച് കൃഷി ചെയ്യുന്നതിന് ജഗദീശൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഇപ്പോൾ 2.5 മാസമായി നമ്മളിത് തൈ നട്ടിട്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 2.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വിളവെടുപ്പാൻ പ്രായമായി. അപ്പോൾ നമ്മൾ കുടുംബശ്രീയായിട്ട് ആണ് നമ്മൾ ഈ സാധനം ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇത് സെയിൽ ചെയ്യാനുള്ള ദിവസമായി. നല്ല എല്ലാ പൂവും പൂത്തിട്ടുണ്ട്. 200 മൂട് തൊട്ട് 200 മൂടും കറക്റ്റായിട്ട് പൂത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിലെ മുൻ മെമ്പർ കൂടിയായ ബഹുമാനപ്പെട്ട സുനിൽ അബ്രഹാം നടത്തുന്ന കൃഷി ചെയ്ത ബന്ദിപ്പൂ കൃഷിയാണ് നമ്മുടെ ബന്ദിപ്പൂ തോട്ടമാണിത്. തീർച്ചയായിട്ടും ഇത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. പള്ളിപ്പാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെ കൃഷിയെ സംബന്ധിച്ച് ഒരു ഉണർവ് പകരുന്നതിന് ഇതുപോലുള്ള കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമാണ്. ഇപ്രാവശ്യത്തെ നമ്മുടെ മികച്ച കർഷകൻ ചിങ്ങ നടക്കുന്ന പൂക്കൃഷിയിൽ ഏറ്റവും മികച്ച കർഷകനായിട്ട് പഞ്ചായത്ത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അന്നേരം ആ രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനങ്ങൾ പഞ്ചായത്തിൻ്റെ വകയായിട്ട് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രദേശത്തും അത് സാധ്യമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെല്ലാ പ്രോത്സാഹനങ്ങളും പഞ്ചായത്തിൻ്റെ വകയായിട്ട് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുൻ മെമ്പർ കൂടിയായ സുനിൽ അബ്രഹാമിനെ അഭിനന്ദിക്കുകയും ചെയ്യും. ഈ കൃഷി കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും ബഹുമാനായ മുൻ പഞ്ചായത്ത് അംഗം സുനിൽ അബ്രഹാം പ്രയത്നിച്ചാണ് നമ്മൾ ഈ 10-ാം വാർഡിൽ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഒരു ആദായം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് ആദ്യ വിൽപ്പനയാണ് ഇവിടെ നടക്കുന്നത്. ഇതിപ്പം അദ്ദേഹം പറഞ്ഞതിനോട് പഞ്ചായത്തിൻ്റെ അവാർഡോ ചിങ്ങ നടക്കുന്ന അവാർഡ് ഇദ്ദേഹത്തിന് നൽകപ്പെടുകയാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം വീണ്ടും ഇദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ സുനിൽ അബ്രഹാമിൻ്റെ വൈഫാണ്. 3 മാസം മുമ്പാണ് ഈ കൃഷി ഞങ്ങൾ തുടങ്ങിയത്. അത് നേരത്തെയും കഴിഞ്ഞ വർഷവും തുടങ്ങിയായിരുന്നു. നല്ല ഭംഗിയായിട്ടെല്ലാം നടന്നു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും നീ വരൂ ഭാഗം വാങ്ങാൻ. ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ഇടുന്നുണ്ട്. അതൊക്കെ ദൈവം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ. പൊന്നോണമായി